നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് MLA-മാർ അധികാരത്തിൽ വന്നിട്ടും ഇപ്പോഴും പലർക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അതായത് ഞങ്ങൾ തോറ്റു, ഞങ്ങളുടെ പാർട്ടി അധികാരത്തിൽ നിന്ന് താഴെ പോയി എന്നുള്ളത് ഇപ്പോഴും പലരും അത് വിശ്വസിച്ചിട്ടില്ല, ഈ പറഞ്ഞതുപോലെ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കണ്ണൂരിൽ CPM-ൽ സംഭവിച്ചിട്ടുള്ള പൊട്ടിത്തെറികൾ കണ്ടതാണ്. കാലങ്ങളായി അക്ഷരം തെറ്റാതെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കാവുന്ന പല ഉന്നത നേതാക്കളോടും പാർട്ടി കാണിച്ചതും അവരൊക്കെ സ്വതന്ത്രരായി മത്സരിച്ചപ്പോൾ ജനം അവരെ ജയിപ്പിച്ചതും കണ്ടതാണ്. എന്നിട്ടും പക ഇപ്പോഴും തീർന്നിട്ടില്ല. കണ്ണൂർ പയ്യന്നൂരിൽ MLA V കുഞ്ഞികൃഷ്ണനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനുകൂലിച്ച മുൻ DYFI ജില്ലാ നേതാവിൻ്റെ ചെമ്മീൻ ഷെഡിന് തീയിട്ടതായി പരാതി ഉയരുന്നു. ഇദ്ദേഹം ചെമ്മീൻ കൃഷിയുടെ ഭാഗമായി നിർമ്മിച്ചിരുന്ന ഷെഡിനാണ് തീയിട്ടിരിക്കുന്നത്. മുൻ DYFI ജില്ലാ നേതാവും CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായിരുന്ന T പുരുഷോത്തമന്റെ ഷെഡിന് നേരെയാണ് ആക്രമണമുണ്ടായത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് T പുരുഷോത്തമന്റെ കാറിനും അക്രമികൾ തീയിട്ടിരുന്നു. അതായത് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ടും ആ വൈരാഗ്യം ഇപ്പോഴും തീർന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല, അതും പണിയെടുത്ത് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ചെമ്മീൻ ഷെഡിനും തീയിട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. എത്രത്തോളം നഷ്ടം ഇതിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. വീടിന് നേരെയും അക്രമം നടത്തി. പയ്യന്നൂരിലെ CPM നേതാവും പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന T ഗോവിന്ദൻ്റെയും അടുത്ത ബന്ധുവാണ് ഈ പുരുഷോത്തമൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകും ആരാണ്, എന്തുദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു അതിക്രമം, ഇത്തരത്തിലൊരു ക്രൂരത അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ബുധനാഴ്ച രാത്രിയായിരുന്നു ആക്രമണം ഉണ്ടായത്. ചെമ്മീൻ കൃഷിക്ക് ആവശ്യമായ വല, പെട്ടി, തീറ്റ എന്നിവ സൂക്ഷിക്കുന്ന ഷെഡാണ് നശിപ്പിച്ചത്. ഇതിന് തൊട്ടടുത്താണ് കൃഷിയുള്ളത്. ഷെഡിൻ്റെ ഭൂരിഭാഗവും കത്തി നശിച്ച നിലയിലാണുള്ളത്. ആക്രമണം നടത്തിയത് ആരാണെന്ന് വ്യക്തമായിട്ടില്ല. കഴിഞ്ഞ ദിവസം CPM-നെതിരെയും പുരുഷോത്തമൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. പയ്യന്നൂർ മുൻ MLA TA മധുസൂദനൻ പ്രകോപനപരമായ പ്രതികരണങ്ങൾ നടത്തിയതിന് പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിൽ തങ്ങൾക്ക് നേരെ ഉണ്ടായ കൊലവിളികളിൽ പ്രതികരിച്ചാണ് പോസ്റ്റ് ഇട്ടതെന്ന് പുരുഷോത്തമൻ പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായതെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആരോപണം. കൂടാതെ ചെമ്മീൻ കൃഷിയിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദ്രാവകം ഒഴിച്ചിട്ടുണ്ടോ എന്ന സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് രാവിലെ കൃഷി നോക്കാനായി പുരുഷോത്തമൻ എത്തിയപ്പോഴായിരുന്നു സംഭവം അറിയുന്നത്. സ്ഫോടക വസ്തു ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. മുൻപ് വീടിൻ്റെ ചില്ലടക്കം വാൾ ഉപയോഗിച്ച് തകർത്തിരുന്നതായും പുരുഷോത്തമൻ പറഞ്ഞു. മുൻ MLA T മധുസൂദനന്റെ അറിവോടെയാണ് ആക്രമണം നടന്നതെന്നും ഇദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. സംഭവത്തിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കുഞ്ഞികൃഷ്ണന്റെ അടുത്ത അനുയായിയാണ് പുരുഷോത്തമൻ. ഒരു കാലത്ത് പയ്യന്നൂരിലെ CPM-ന്റെയും DYFI-യുടെയും ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിരുന്നു. ഈ വിവാദം പയ്യന്നൂരിൽ നടക്കുന്ന സമയത്ത് കുഞ്ഞികൃഷ്ണനൊപ്പം നിന്നതിന്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി സ്വീകരിക്കുന്നതെന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതും. പിന്നീട് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് വോട്ടെടുപ്പ് കഴിഞ്ഞ ആ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ വീട് ആക്രമിക്കുകയും വാഹനത്തിന് തീയിടുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ചെമ്മീൻ കൃഷിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സാമഗ്രികളൊക്കെ സൂക്ഷിക്കുന്ന ഷെഡിന് തീയിട്ടത്. ഇന്ന് രാവിലെ അദ്ദേഹം മത്സ്യത്തിന് തീറ്റ കൊടുക്കാൻ വന്ന സമയത്താണ് ഈ ഷെഡ് കത്തുന്നതായിട്ട് കണ്ടത്. ഇന്നലെ രാത്രിയോടെ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം നടന്നത് എന്നാണ് കരുതുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം പയ്യന്നൂർ മുൻ MLA മധുസൂദനൻ CPM നേതാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ തനിക്കെതിരെ ഭീഷണി മുഴക്കിയിട്ടുണ്ടായിരുന്നുവെന്നും പുരുഷോത്തമൻ പറയുന്നു. തന്നെ ഒരു തരത്തിലും ജീവിക്കാൻ അവർ അനുവദിക്കുന്നില്ല, നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പുരുഷോത്തമൻ പറഞ്ഞത്. പയ്യന്നൂർ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പയ്യന്നൂർ ഫിഷറീസ് കോളേജിലെ വിദ്യാർത്ഥികളുമായി ചേർന്ന് സഹകരിച്ചാണ് അദ്ദേഹം ഈ കൃഷി നടത്തുന്നത്. നേരത്തെ ഈ കൃഷി നടത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് കുറച്ചു കാലം ഇടവേളയിട്ടു. പിന്നീട് മറ്റ് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ വന്നു. ഉപജീവന മാർഗം വേറെ ഒന്നുമില്ലാത്തതിനാലാണ് വീണ്ടും ഈ മത്സ്യകൃഷി തുടങ്ങിയതെന്നാണ് പറയുന്നത്. ആ ഒരു സംരംഭത്തിനാണ് ഇപ്പോൾ തീ വെച്ചിട്ടുള്ളത്. ഇതിന് പിന്നിൽ CPM ആണെന്നാണ് കുഞ്ഞികൃഷ്ണൻ അനുകൂലികളും പുരുഷോത്തമനും പറയുന്നത്. നേരത്തെയും ഈ കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച പ്രസന്നൻ എന്നയാളുടെ സ്കൂട്ടർ അഗ്നിക്കിരയാക്കിയിരുന്നു. V കുഞ്ഞികൃഷ്ണന്റെ അഗ്രി ഫാമിലെ ഷെഡിനും തീവച്ചിരുന്നു. ഈ കേസുകളിലെ പ്രതികളെ ഒന്നും പോലീസിന് ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഒരു അക്രമം കൂടി നടക്കുന്നത്. തുടർച്ചയായി അക്രമങ്ങൾ നടക്കുമ്പോൾ സ്ഥലം MLA-യുടെ ജീവന് പോലും അപകടത്തിലാണെന്ന മുന്നറിയിപ്പ് നൽകുന്നവരുമുണ്ട്. ഏതായാലും
പലർക്കും പല രാഷ്ട്രീയമായിരിക്കാം, പല നിലപാടുകളുമായിരിക്കാം. അതിനെ എതിർക്കുന്നു എന്ന് കരുതി അവരെ ജീവിക്കാതിരിക്കാൻ സമ്മതിക്കുക എന്നുള്ളതല്ല അതിന് പരിഹാരം. ആശയങ്ങളെ ആശയപരമായി തന്നെ നേരിടണം, നിലപാടുകളെ മറ്റുള്ള നിലപാടുകൾ കൊണ്ട് തന്നെ നേരിടണം. അല്ലാതെ ഒരിക്കലും ഒരാളെ ഒരു കുടുംബത്തെ മുഴുവൻ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ തൊഴിൽ നശിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി വെക്കുക, അവരുടെ ഉപജീവന മാർഗം നശിപ്പിക്കുക എന്നുള്ളതായിരിക്കരുത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളായിരിക്കരുത് അതിനുള്ള ഒരു പോംവഴി, അല്ലെങ്കിൽ അതിനുള്ള ഒരു പരിഹാരം എന്നുള്ളത്. മനുഷ്യരെ തൊഴിലെടുത്ത് ജീവിക്കാൻ അനുവദിക്കാത്ത ഈ ഒരു വൃത്തികെട്ട പ്രവൃത്തി എന്ന് മാത്രമേ ഇതിനെ വിളിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴും പക ഉള്ളിൽ വെച്ച് നടക്കുന്നതിൻ്റെ ഒരു നേർക്കാഴ്ച. സ്വന്തം പാർട്ടിയിൽ നിന്ന് പിന്മാറിയാൽ ആ വ്യക്തി ഏത് വിധേനയെങ്കിലും ഉപദ്രവിച്ച് അവരുടെ കുടുംബജീവിതം താറുമാറാക്കുന്ന ഒരു പ്രവൃത്തി. ഈ പ്രസ്ഥാനത്തെ വീണ്ടും ജനങ്ങളിൽ നിന്ന് അകറ്റാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ പിടിക്കുകയും ഇതിന്റെ നഷ്ടം മുഴുവൻ അവരിൽ നിന്ന് ഈടാക്കി കൊടുക്കുകയും വേണം. ഉരുക്കുകോട്ട എന്ന് പറയപ്പെട്ടിരുന്ന പയ്യന്നൂരിൽ CPM തോറ്റതിൽ സമനില തെറ്റിയിരിക്കുകയാണ്. ഏതായാലും സഖാക്കൾക്ക് ഈ തോൽവി സഹിക്കാൻ കഴിയാത്തതിനാലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നാണ് ആളുകൾ കമന്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഭരിക്കുന്നത് UDF സർക്കാരാണ്. ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ശ്രീ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയ്ക്കാണ്. അദ്ദേഹം ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു പരിഹാരം കണ്ടെത്തും, അല്ലെങ്കിൽ കുറ്റവാളികൾ എത്രയും വേഗം തന്നെ കണ്ടെത്തി എത്രത്തോളം നഷ്ടപരിഹാരം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടോ അത് അവരിൽ നിന്ന് തന്നെ ഈടാക്കാനുള്ള നീക്കങ്ങൾ നടത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും പരാതി നൽകിയിട്ടുണ്ട്, പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. you